بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അർദ്ധവാർഷിക പരീക്ഷയിൽ ദുറൂസിൻ്റെ വിഷയത്തിൽ വന്ന ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം എന്നാണ്. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മിൻ അൻഫുസിഹിം ഖാമു കുസാല, അനുകരിക്കേണ്ടത് ഷഫീഅൻ ലി അസ്ഹാബിഹി അഹ്ല ബൈത്തി ബിഹുബ്ബി കഅബ് റളിയല്ലാഹു അൻഹു. ഒന്നാമത്തെ ചോദ്യം ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അഹിബ്ബൂനി ബിഹുബ്ബില്ലാഹി വ അഹിബ്ബു അഹ്ല ബൈത്തി ബിഹുബ്ബി എന്നാണ് ചേർക്കേണ്ടത്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഗീതം പാടി കഅബ് റളിയല്ലാഹു അൻഹു എന്ന് കാണാം. അതാണ് എഴുതേണ്ടത്. മൂന്നാമത്തേത്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്നുണ്ട്. അതാണ് എഴുതേണ്ടത്. നാലാമത്തേത്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് അനുകരിക്കേണ്ടത് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അഞ്ചാമത്തേത്, ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി എന്ന് കാണാം. അതാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ആറാമത്തേത്, വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നാണ്. ഇവിടെ കൊടുത്ത 5 ചോദ്യങ്ങൾക്കും അതിൻ്റെ ശേഷമുള്ള പദങ്ങൾ എഴുതി കൊടുക്കുക. ഒന്നാമത്തേത്, വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. രണ്ടാമത്തേത്, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. 3, ഖുർആൻ ഓതുന്നത് കേൾക്കുന്നതിനും വലിയ പുണ്യമുണ്ട് എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നാലാമത്തേത്, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവർ എൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് എന്നാണ് അവിടെ ചേർക്കേണ്ടത്. അഞ്ചാമത്തേത്, അഹ്ല ബൈത്തിനെ സ്നേഹിക്കൽ കാരണം നമുക്ക് വലിയ സൗഭാഗ്യം ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നാണ്. അതിൽ ഒന്നാമത്തേത്, ഇഹ്സാന് എന്നാൽ എന്ത്? നീ നിന്റെ രക്ഷിതാവിനെ കാണുന്ന പോലെ അള്ളാഹുവിനോട് ആരാധനകൾ നിർവഹിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്നാണ് എഴുതേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, കൂടുതൽ പേരുകൾ ഉണ്ടാവുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? കൂടുതൽ പേരുണ്ടാകുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തേത്, നാം എന്ത് ലക്ഷ്യത്തിൽ ഇബാദത്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ തിരുദർശനം
എന്ന ലക്ഷ്യത്തിലാണ് നാം അവനെ ഇബാദത്ത് ചെയ്യേണ്ടത്. നാലാമത്തേത്, മുനാഫിഖുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ ഏവ? സുബ്ഹ്, ഇശാ എന്നീ നിസ്കാരങ്ങൾ. അഞ്ചാമത്തേത്, എന്തിനെയാണ് അള്ളാഹു കൈ നീട്ടി കാത്തിരിക്കുന്നത്? ഉത്തരം, നമ്മുടെ തൗബ പ്രതീക്ഷിച്ചുകൊണ്ട് ആണ് അള്ളാഹു കാത്തിരിക്കുന്നത്. നാലാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം എന്നാണ്. ഒന്നാമത്തേത്, ഖുർആൻ അല്പമെങ്കിലും മനപ്പാഠമില്ലാത്തവന്റെ ഉപമ. ഉത്തരം, ഉപയോഗശൂന്യമായ വീട് പോലെയാണ്. രണ്ടാമത്തേത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യമുണ്ടാകുന്നവർ കൂടുതൽ സുന്നത്തുകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കുന്നവർ. മൂന്നാമത്തേത്, അഹ്ലു ബൈത്ത് എന്താണെന്ന് വ്യക്തമാക്കി എഴുതണം. ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ, സന്താനങ്ങൾ, അവിടുത്തെ മുഅ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ എന്നിവരാണ് അഹ്ലു ബൈത്ത്. നാലാമത്തേത്, തൗഹീദ്. തൗഹീദ് എന്നാൽ എന്താണെന്ന് വ്യക്തമാക്കി എഴുതണം. ഉത്തരം, അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ്. അഞ്ചാമത്തേത്, ഷിർക്ക് എന്നാൽ എന്താണെന്ന് വ്യക്തമാക്കി എഴുതണം. ഉത്തരം, ഇബാദത്തിൽ മറ്റൊരാളെ പങ്കു ചേർക്കലും അള്ളാഹുവിന്റെ അസ്തിത്വം നിഷേധിക്കുന്നതിനുമാണ് ഷിർക്ക് എന്ന് പറയുക. അഞ്ചാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം എന്നാണ്. ഇവിടെ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിച്ച് എഴുതുക. ലാ യുഅ്മിനു ഡാഷ് ഹത്താ ഡാഷ് വറസൂലഹു അഹബ്ബ ഇലൈഹി ഡാഷ് സിവാഹുമാ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. അല്ലാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.